നമസ്കാരം. ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിക്കൊണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് പദ്ധതിക്ക് കീഴിൽ 114 റഫാൽ പോർവിമാനങ്ങൾ കൈമാറുന്നതിനുള്ള വിശദമായ ഔദ്യോഗിക നിർദ്ദേശം ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പോർവിമാന വിപണന കരാറുകളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്ന ഈ ദൗത്യം ഭാരതത്തിൻ്റെ വ്യോമപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ നിർണായകമായ ഒരു നാഴികക്കല്ലാണ്. വാർത്താ ഏജൻസിയായ ANA റിപ്പോർട്ട് ചെയ്തതിനനുസരിച്ച് ഇന്ത്യ സമർപ്പിച്ച ലെറ്റർ ഓഫ് റിക്വസ്റ്റിന് മറുപടിയായി ഫ്രാൻസ് തയ്യാറാക്കിയ ഈ നിർദ്ദേശം നിലവിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ അക്വിസിഷൻ വിങ്ങും ഇന്ത്യൻ വ്യോമസേനയും ചേർന്ന് അതീവ ജാഗ്രതയോടെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3.25 ലക്ഷം കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന ഈ നിർദ്ദിഷ്ട ആയുധ ശേഖരണം കരാർ ഘട്ടത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പോർവിമാന സംഭരണ പദ്ധതിയായി മാറും. MRFA പദ്ധതിയുടെ ഭാഗമായി വാണിജ്യ, സാങ്കേതിക, വ്യവസായ, വിജ്ഞാന വ്യാപന തത്വങ്ങളും സാങ്കേതിക വിദ്യ കൈമാറ്റ വ്യവസ്ഥകളും സംബന്ധിച്ച വിവരങ്ങൾ ഇന്ത്യ ഔദ്യോഗികമായി ആവശ്യപ്പെട്ട് മാസങ്ങൾക്ക് ശേഷമാണ് ഫ്രാൻസിൻ്റെ ഭാഗത്തു നിന്ന് ഈ സമഗ്രമായ പ്രതികരണം ഉണ്ടാകുന്നത്. തന്ത്രപ്രധാനമായ അതിർത്തികളിൽ ഉയർന്നു വരുന്ന സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യക്കിത് അത്യാവശ്യമായി മാറിയിരിക്കുന്നു. ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ പോർവിമാന സ്ക്വാഡ്രണുകളുടെ എണ്ണത്തിലുണ്ടാകുന്ന പെട്ടെന്നുള്ള കുറവ് പരിഹരിക്കേണ്ടതിൻ്റെ അടിയന്തര ആവശ്യകത നിരന്തരം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അനുവദിക്കപ്പെട്ട 42 സ്ക്വാഡ്രണുകളിൽ നിന്ന് വ്യോമസേനയുടെ ശക്തി നിലവിൽ പുറകോട്ട് വന്നിരിക്കുകയാണ്. കാലപ്പഴക്കം ചെന്ന MiG-21 വിമാനങ്ങൾ ഘട്ടം ഘട്ടമായി പിൻവലിച്ചതും എഞ്ചിൻ വിതരണത്തിലെ തടസ്സങ്ങൾ കാരണം തദ്ദേശീയമായി നിർമ്മിക്കുന്ന തേജസ് Mk1A വിമാനങ്ങൾ വൈകുന്നതും വ്യോമസേനയുടെ പ്രതിരോധ തയ്യാറെടുപ്പുകൾക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ വരും ദശകങ്ങളിൽ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ ശേഷി ഒട്ടും കുറയാതെ നിലനിർത്താൻ MRFA പദ്ധതി അത്യന്താപേക്ഷിതമാണ്. നിലവിൽ തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ സേവനത്തിലുള്ള റഫാൽ വിമാനങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രവർത്തനപരവും ലോജിസ്റ്റിക്കലുമായ മുൻതൂക്കമുണ്ട്. ഫ്രാൻസുമായി നേരത്തെ ഒപ്പുവെച്ച കരാറിൻ്റെ ഭാഗമായി വാങ്ങിയ 36 റഫാൽ പോർവിമാനങ്ങൾ നിലവിൽ ഇന്ത്യ വിജയകരമായി പ്രവർത്തിപ്പിക്കുന്നുണ്ട്. മികച്ച ദൗത്യ വിജയം തെളിയിച്ച ഈ വിമാനങ്ങളിൽ ഇന്ത്യയുടെ പ്രത്യേക ആവശ്യങ്ങൾക്കനുസരിച്ച് നിർമ്മിച്ച അത്യാധുനിക ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ, ഹെൽമറ്റ് മൗണ്ടഡ് സൈറ്റുകൾ, ബിയോണ്ട് വിവൽ റേഞ്ച് മിസൈലായ മെറ്റിയോർ, സ്കാൽപ്പ് ക്രൂയിസ് മിസൈലുകൾ, ഹാമർ കൃത്യതയുള്ള ആയുധങ്ങൾ എന്നിവ സംയോജിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ പുതിയ 114 വിമാനങ്ങൾ കൂടി എത്തുന്നതോടെ വ്യോമസേനയ്ക്ക് ഇവയുടെ പരിപാലനവും പരിശീലനവും കൂടുതൽ എളുപ്പമായി മാറും. പുതിയ പ്രപ്പോസൽ നിലവിലുള്ള വ്യോമസേനാ വ്യൂഹത്തെ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം നരേന്ദ്രമോദി സർക്കാരിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ ആശയത്തിന് വലിയ ഊർജ്ജമാണ് നൽകുന്നത്. ഇന്ത്യയിൽ വൻതോതിലുള്ള വിമാന നിർമ്മാണം, സ്വകാര്യ മേഖലയിലെ ഇന്ത്യൻ കമ്പനികളുടെ പങ്കാളിത്തം, പൂർണ്ണമായ സാങ്കേതിക വിദ്യ കൈമാറ്റം എന്നിവ ഉൾപ്പെടുന്നതാണ് ഫ്രഞ്ച് ഓഫർ എന്ന് വിലയിരുത്തപ്പെടുന്നു. ഇത് ഇന്ത്യയുടെ ആഭ്യന്തര വ്യോമയാന നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുകയും ഭാവിയിൽ കയറ്റുമതി ചെയ്യാനുള്ള ശേഷി കൈവരിക്കാൻ ഭാരതത്തെ സഹായിക്കുകയും ചെയ്യും. ഫ്രഞ്ച് നിർദ്ദേശത്തിൽ ഏറ്റവും പ്രധാനമായി നിരീക്ഷിക്കപ്പെടുന്നത് സാങ്കേതിക വിദ്യ കൈമാറ്റത്തിൻ്റെ അളവാണ്. പ്രാഥമിക ഘട്ടത്തിൽ ചില വിമാനങ്ങൾ ഫ്രാൻസിൽ ഉൽപ്പാദിപ്പിച്ച് നൽകുമെങ്കിലും ഭൂരിഭാഗം വിമാനങ്ങളും പ്രാദേശിക ഉൽപ്പാദന സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ കൂട്ടിച്ചേർക്കാനാണ് പദ്ധതിയിടുന്നത്. ഇത്തരമൊരു നീക്കം ഇന്ത്യയുടെ പ്രതിരോധ വ്യാവസായിക അടിത്തറ ശക്തമാക്കാനും ഭാവിയിലെ അറ്റകുറ്റപ്പണി ചെലവുകൾ കുറയ്ക്കാനും ആഗോള വിതരണ ശൃംഖലയെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാനും സഹായിക്കും. ഈ പ്രപ്പോസൽ ഇനി സാങ്കേതിക, വാണിജ്യ, നിയമ, സാമ്പത്തിക വശങ്ങൾ അടിസ്ഥാനമാക്കി കടുത്ത പരിശോധനകൾക്ക് വിധേയമാക്കും. വിമാനങ്ങളുടെ ആയുർദൈർഘ്യ ചെലവുകൾ, ആയുധ പാക്കേജുകൾ, അറ്റകുറ്റപ്പണി പിന്തുണ, പ്രാദേശിക പങ്കാളിത്തം, വിതരണ സമയക്രമം എന്നിവ മന്ത്രാലയം വിലയിരുത്തും. ഇതിനു ശേഷമായിരിക്കും വാണിജ്യ ചർച്ചകളിലേക്ക് കടക്കുക. നടപടിക്രമങ്ങളുടെ ആരംഭം മാത്രമാണ് ഇതെങ്കിലും കരാർ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നതോടെ ഭാരതത്തിൻ്റെ സൈനിക നവീകരണ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള അധ്യായമായി ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. വടക്കൻ അതിർത്തിയിൽ ചൈനയിൽ നിന്നുള്ള ഭീഷണിയും പടിഞ്ഞാറൻ അതിർത്തിയിൽ പാകിസ്ഥാൻ്റെ വെല്ലുവിളികളും നിലനിൽക്കുന്ന തന്ത്രപ്രധാനമായ ആഗോള സാഹചര്യത്തിൽ ഈ ആയുധ ശേഖരണം ഇന്ത്യയുടെ ആക്രമണ ശേഷിയെ സമാനതകളില്ലാത്ത ഉയരങ്ങളിലേക്ക് നയിക്കും. പോർവിമാന സ്ക്വാഡ്രണുകളുടെ എണ്ണത്തിലുണ്ടായ കുറവ് പരിഹരിക്കുന്നതിനൊപ്പം ദക്ഷിണേഷ്യൻ ബഹുമുഖ യുദ്ധരംഗത്ത് പൂർണ്ണ വ്യോമ മേധാവിത്വം
ഉറപ്പാക്കാനും ഈ വിമാനങ്ങളുടെ വരവ് സഹായിക്കും. റഫാൽ പോർ വിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമാകുന്നതോടെ ഭാരതത്തിൻ്റെ ദൂരവ്യാപ്തിയിലുള്ള ആക്രമണശേഷി ക്രമാതീതമായി വർദ്ധിക്കും. ദൃശ്യപരിധിക്ക് അപ്പുറമുള്ള ശത്രു വിമാനങ്ങളെപ്പോലും അതിശക്തമായി തകർക്കാൻ ശേഷിയുള്ള മെറ്റിയോർ എയർ ടു എയർ മിസൈലുകൾ ശത്രുരാജ്യത്തിൻ്റെ ഉള്ളിലെ ലക്ഷ്യസ്ഥാനങ്ങളെ 300 കിലോമീറ്ററിലധികം അകലിൽ നിന്ന് കൃത്യതയോടെ തകർത്തു കളയുന്ന സ്കാൽപ് ക്രൂയിസ് മിസൈലുകൾ, പ്രതികൂല ഭൂപ്രകൃതിയിലും പ്രതിരോധ കോട്ടകൾ തകർക്കാൻ ശേഷിയുള്ള ഹാമർ ബോംബുകൾ എന്നിവ റഫാലിൻ്റെ പ്രധാന ആയുധങ്ങളാണ്. നിലവിൽ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും കൈവശമുള്ള പോർ വിമാനങ്ങളെക്കാൾ റഡാർ സാങ്കേതിക വിദ്യയിലും ഇലക്ട്രോണിക് യുദ്ധതന്ത്രങ്ങളിലും ഏറെ മുന്നിലാണ് റഫാൽ. ചൈനയുടെ അതിർത്തിയിലുള്ള ടിബറ്റൻ പീഠഭൂമിയിലെ പ്രതികൂല കാലാവസ്ഥയിലും ഉയർന്ന പ്രതിരോധ ശേഷിയോടെ പറന്നുയരാനും ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിർവീര്യമാക്കാനും ഇവയ്ക്ക് സാധിക്കും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ നവീകൃത സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിലും ഈ പോർ വിമാനങ്ങൾക്ക് നിർണായക പങ്കുണ്ട്. കരയിൽ നിന്നുള്ള ആക്രമണങ്ങൾക്ക് പുറമെ സമുദ്ര ഉപരിതലത്തിലുള്ള ശത്രു കപ്പലുകളെ ലക്ഷ്യമിട്ട് എക്സോസൈറ്റ് പോലെയുള്ള പ്രഹരശേഷിയുള്ള ആൻറ്റി ഷിപ്പ് മിസൈലുകൾ വഹിക്കാനുള്ള ശേഷിയും റഫാലിനുണ്ട്. ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും ഭാരതത്തിൻ്റെ നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കും ഒരേ സമയം കാവലൊരുക്കാൻ ഇതുകൊണ്ട് സാധിക്കും. കൂടാതെ അണുകേന്ദ്രീകൃത തന്ത്രപ്രധാന പ്രതിരോധ നിരയിൽ ഒരു പ്രധാന വ്യോമപ്രഹര പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കാനും റഫാലിന് കഴിയും. എന്നാൽ നിർദ്ദേശം സമർപ്പിച്ചു എന്നതിനർത്ഥം വിമാനങ്ങൾ ഉടൻ തന്നെ ഇന്ത്യയിൽ എത്തും എന്നല്ല. ഈ അത്യാധുനിക പോർ വിമാനങ്ങൾ പൂർണ്ണമായും ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകാൻ വർഷങ്ങളുടെ കാലതാമസം നേരിടേണ്ടി വന്നേക്കാം. ഒരു കോൺട്രാക്റ്റ് അന്തിമമാകുന്നതിന് മുൻപ് സാങ്കേതിക പരിശോധനകൾ, വാണിജ്യ ചർച്ചകൾ, വൻതുകയുടെ സാമ്പത്തിക അനുമതികൾ, കേന്ദ്ര മന്ത്രിസഭയുടെ പ്രതിരോധ സമിതിയുടെ അംഗീകാരം എന്നിവ ആവശ്യമാണ്. ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ തന്നെ കുറഞ്ഞത് 12 മുതൽ 18 മാസം വരെ സമയമെടുക്കും. കരാർ ഒപ്പുവെച്ചതിന് ശേഷം വിമാനങ്ങളുടെ നിർമ്മാണവും കൈമാറ്റവും ആരംഭിച്ച് പൂർത്തിയാക്കാൻ 3 മുതൽ 6 വർഷം വരെ സമയമെടുക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഫ്രാൻസിൽ നേരിട്ട് നിർമ്മിക്കുന്ന ആദ്യത്തെ ബാച്ച് വിമാനങ്ങൾ കരാർ ഒപ്പിട്ട് 36 മാസത്തിനുള്ളിൽ, അതായത് ഏകദേശം 3 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ എത്തിച്ചേക്കാം. എന്നാൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ബാക്കി 80ലധികം വിമാനങ്ങൾ ഇന്ത്യയിലെ പ്രാദേശിക നിർമ്മാണ കേന്ദ്രങ്ങളിൽ കൂട്ടിച്ചേർത്ത് വ്യോമസേനയ്ക്ക് കൈമാറാൻ 2030 അല്ലെങ്കിൽ അതിനുശേഷമോ മാത്രമേ സാധിക്കുകയുള്ളൂ. നിലവിൽ ദസോ ഏവിയേഷന് ആഗോളതലത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വലിയ ഓർഡറുകളും ഇന്ത്യയിൽ നിർമ്മാണ ശൃംഖല പൂർണ്ണതോതിൽ സജ്ജമാക്കുന്നതിലെ പ്രായോഗിക വെല്ലുവിളികളും ഈ കാലതാമസത്തിന് കാരണമാകാം. ചുരുക്കത്തിൽ നടപടിക്രമങ്ങളും പ്രാദേശിക നിർമ്മാണവും കാരണം റഫാൽ വിമാനങ്ങൾ പൂർണ്ണമായി വ്യോമസേനയുടെ കൈകളിൽ എത്താൻ കാലതാമസം നേരിടുമെങ്കിലും അവ നൽകുന്ന തന്ത്രപ്രധാനമായ പ്രതിരോധ ശേഷി ഭാരതത്തിൻ്റെ അതിർത്തികളെ കൂടുതൽ സുരക്ഷിതമാക്കും. ശത്രുരാജ്യങ്ങൾക്ക് വലിയൊരു മുന്നറിയിപ്പും ഭാരതത്തിന് ഏത് അടിയന്തര ഘട്ടത്തിലും മേൽക്കോയ്മ നേടാനുമുള്ള ആത്മവിശ്വാസവുമാണ് ഈ 114 റഫാൽ വിമാനങ്ങൾ സമ്മാനിക്കുന്നത്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇത് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.